ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെന്താ, റൂമിലോട്ട് പോകുന്നു, ഉറങ്ങുന്നു. മെയിൻ ഉറക്കമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയില്ല നൈറ്റൊന്നും. നല്ല എളുപ്പമുള്ള എക്സാം ആയിരുന്നു. എനിക്കൊന്നൊരു 10-15 മാർക്കൊക്കെ കുറയാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അടിപൊളി എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം. വീട്ടിൽ വന്നു. എക്സാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. ഇവിടെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ എക്സാമിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും രാവിലെ നല്ല ഉറക്കം കണ്ടിട്ട് കൊതിയാവുന്നു. ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴേ നല്ല തണുപ്പും നല്ല ഷീറ്റൊക്കെ മൂടി സുഖം ഉറക്കമായിരുന്നു. എന്താ ഇപ്പം വന്നപ്പം കണ്ടോ, ഈ വ്ളോഗ് എടുക്കുന്നതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ വേറൊന്നുമില്ല. ഇത് നമ്മുടെ എന്ത് വീഡിയോ എന്ന് ചോദിച്ചാൽ ഒരു ഗെറ്റ് അൺറെഡി വിത്ത് മീ ആണ്. അങ്ങനെയൊന്നും ഇല്ല, എന്നാലും ഓക്കെ. നമുക്കൊന്ന് ഇപ്പം ടൈം 1:15 കേട്ടോ, ഉച്ചയായി. അപ്പോൾ ഞാൻ കരുതി 1:50. അപ്പോൾ ഞാൻ കരുതി ഫുഡൊക്കെ കഴിച്ച് എന്നാൽ ഫ്രഷ് ആയിട്ടൊക്കെ വരാമെന്നു. ഞങ്ങളപ്പോൾ ഇവിടെ ഒരു ചേച്ചിയുടെ അടുത്താണ് ഫുഡ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഫുഡിന് ഞങ്ങൾക്ക് നല്ല ചോറും നല്ല കറിയും ഒരു ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ഒരു ക്യാബേജ് തോരനും, പിന്നെ ഈ മാങ്ങാച്ചാറ് അനിറ്റിൻ്റെ അമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും ഇങ്ങനെ കുറച്ചെല്ലാം എടുത്തിട്ട് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കും. നല്ല ചമ്മന്തിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചാർ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ തീരുമെന്നാണ് തോന്നുന്നത്. അടിപൊളിയായി. ഇത് അനിറ്റിൻ്റെ അമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അടിപൊളി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വിശേഷം എന്തുണ്ട് അങ്ങനെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞങ്ങളുടെ ഹോസ്റ്റൽ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ പഠിക്കുന്നത് എറണാകുളമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഈ ഹോസ്റ്റൽ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുമില്ല, വന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം. എൻ്റെ പൊന്നോ, അടിപൊളിയാണ്. ഞാനിത് റൂമൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത എക്സാം ആകുമ്പോഴത്തേക്കേ നമ്മൾ ബുക്കൊക്കെ തുറക്കാറുള്ളൂ. അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് വൈകിട്ടൊന്ന് ചായ കുടിക്കാനൊക്കെ പോയി. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാനപ്പോൾ പറഞ്ഞുതരാം.